പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകണം എന്നറിയാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ക്രിഷ് വന്ന് നിൽക്കുന്നത്. കൺമണിയുമായി എല്ലാ കാര്യവും ശരിയാക്കിക്കൊണ്ട് മുന്നിലേക്ക് ജീവിതം കൊണ്ടുപോകുമ്പോഴാണ് അപ്രതീക്ഷിതമായി എല്ലാ പ്രതീക്ഷകളും തെറ്റിച്ചുകൊണ്ട് ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നത് മാനസ. ഇതോടെ ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ ക്രിഷ് പകച്ചു പോകുന്നു. മാനസയോട് തിരികെ പോകാൻ ക്രിഷ് ആവശ്യപ്പെടുകയാണ്. പക്ഷേ ഞാൻ അങ്ങനെ തിരിച്ചു പോകാമെന്നതല്ല, നമ്മുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞതാണ്. അപ്പോൾ ക്രിഷ് എവിടെയാണോ അവിടെ ഞാനും ഉണ്ടാകും. ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ക്രിഷ്. ഞാൻ എന്തായാലും ക്രിഷിന്റെ ഭീഷണി കേട്ട് ഇവിടെ നിന്ന് പോകാനാണ് വന്നിരിക്കുന്നത് എന്ന് ക്രിഷ് കരുതിയാൽ അത് ക്രിഷിന്റെ തെറ്റിദ്ധാരണയാണ്. ഞാൻ അങ്ങനെ പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല. ആ കാര്യം ഞാൻ ക്രിഷിനോട് ആദ്യമേ പറയാം. ഞാൻ ഇവിടെ തന്നെ ക്രിഷിന്റെ കൂടെ ജീവിക്കും. ഇതും പറഞ്ഞ് ക്രിഷിന്റെ റൂമിലേക്ക് ഇടിച്ചു കയറുകയാണ് മാനസ. ഇതോടെ ക്രിഷ് ആകെ പകച്ചു പോകുന്നു. എന്ത് ചെയ്യണം എന്നറിയില്ല. ഈ കാര്യം അറിയാൻ ഇടയാകുന്ന കേണൽ ക്രിഷിനെ സംശയിക്കുകയാണ്. നീ കൺമണിയെയല്ലേ സ്നേഹിക്കുന്നത്? പിന്നെ മാനസ അവളെങ്ങനെ ഇവിടേക്ക് കടന്നു വന്നു? നീ എല്ലാവരെയും ചതിക്കുകയാണോ? ഇത് കേൾക്കുന്ന ക്രിഷ് ഒന്ന് ഞെട്ടിപ്പോവുകയാണ്. ഞാൻ ആരെയും വഞ്ചിക്കുകയല്ല. എനിക്ക് കൺമണിയെയാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കൺമണിയെയും കൂട്ടിക്കൊണ്ട് ഇവിടേക്ക് വന്നത്. മറ്റൊരു കാര്യവും എനിക്കറിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. മാനസയെ ഞാൻ എൻഗേജ്മെന്റ് കഴിച്ചു എന്നത് സത്യം തന്നെയാണ്. പക്ഷേ അവളെ വിവാഹം കഴിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഈ കാര്യം കൺമണിക്കും അറിയാവുന്നത് തന്നെയാണ്. ഇതോടെ ഇനി എങ്ങനെയാണ് അവളെ ഒഴിവാക്കേണ്ടത് എന്നറിയാതെയാണ് ഞാൻ നിൽക്കുന്നത്. കേണൽ എന്നെ സഹായിക്കണം. ഇത് കേട്ടതിനെ തുടർന്ന് കേണൽ മാനസിയെ ചെന്ന് കാണുകയാണ്. നീ ഈ റൂമിൽ നിന്ന് ഇറങ്ങിക്കേ. അത് പറയാൻ താനാരാ? ഈ എസ്റ്റേറ്റിന്റെ ഓണറാണ് ഞാൻ. ഞാൻ കൃഷിന്റെ ഭാര്യയാകാൻ പോകുന്നവളാ. അതുകൊണ്ട് എനിക്കെന്താ? നീ എൻ്റെ എസ്റ്റേറ്റിലാണ് നിൽക്കുന്നത്. ഇവിടെ നിൽക്കണമെങ്കിൽ ഞാൻ പറയുന്നത് പോലെ ചെയ്യണം. മനസ്സിലായോ? ഇതോടെ മാനസിയൊന്ന് ഞെട്ടിപ്പോവുകയാണ്. ഈ റൂമിൽ നിന്നിറങ്ങ. നിനക്ക് മറ്റൊരു റൂം തരാം. നീ അവിടെ താമസിച്ചാൽ മതി. ഇതോടെ ഒടുവിൽ മറ്റു വഴികളില്ല എന്ന് മനസ്സിലാക്കുന്ന മാനസ അതിന് തയ്യാറാകുന്നു. ഇതിനിടയിൽ കൺമണിയെ കാണാനിടയായതിനെ തുടർന്ന് കൺമണിയോട്, അങ്ങനെ കൃഷിനെ സ്വന്തമാക്കാൻ ഞാൻ നിന്നെ അനുവദിക്കില്ലടി. കൃഷിനെ സ്വന്തമാക്കുന്നത് ഞാൻ തന്നെയായിരിക്കും എന്നുള്ള വെല്ലുവിളി ഉന്നയിച്ചിരിക്കുകയാണ്. ഇത് കൺമണിയെ ഞെട്ടിച്ചു കളയുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.